ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പോക്കോ M2 എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിൽ 10,000 താഴെ പ്രൈസ് കൊടുത്തിട്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് SBI കാർഡ് ഉണ്ടെങ്കിൽ ഇതിലും പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബോക്സ് നോർമലായിട്ടുള്ള എല്ലാ പോക്കോ ഫോണിനെ പോലെയാണ്. നടുക്ക് M2 എന്നുള്ള മോഡൽ നെയിം എഴുതിയിട്ടുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് കീ ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. 6.53 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. മീഡിയടെക്കിൻ്റെ ഹീലിയോ G80 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. അപ്പോൾ അത്യാവശ്യം ഗെയിമിങ്ങും നോർമൽ ടാസ്ക് എല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അതിനോടൊപ്പം തന്നെ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. പക്ഷേ ഈ ഒരു ബോക്സിൽ 18 വാട്ടിൻ്റെ ചാർജർ നമുക്ക് കിട്ടുന്നതല്ല. നമുക്ക് സെപ്പറേറ്റ് ഷയോമിയുടെയോ അല്ലെങ്കിൽ ആമസോൺ വഴിയോ നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. 4 ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. 13 മെഗാ പിക്സൽ, 8 മെഗാ പിക്സൽ, 5 മെഗാ പിക്സൽ, 2 മെഗാ പിക്സൽ എന്ന് പറയുന്ന കോൺഫിഗറേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാൻ വാങ്ങിയിരിക്കുന്നത് പോക്കോ M2 പിഷ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറിലും 6GB 64 എന്ന് പറയുന്ന വേരിയൻറ്റുമാണ്. ടിപ്പിക്കലായിട്ടുള്ള ഒരു പോക്കോ ബ്രാൻഡിങ് ആണ് ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിം എജക്ടർ ടൂളും പിന്നെ കുറച്ച് പേപ്പർ വർക്കുമാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഫോണാണിത്. കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 18 വാട്ട് ഫാസ്റ്റ് ചാർജർ അല്ല ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇതിപ്പോൾ നോർമലായിട്ടുള്ള ഒരു 5 വാട്ട് 2 ആംപിയർ ചാർജറാണ്. അതിനൊപ്പം തന്നെ നമുക്കൊരു ടൈപ്പ് C USB കേബിളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് പോക്കോ M2 പിഷ് ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫോണിൻ്റെ ബാക്ക് കാണുമ്പോൾ റെഡ്മി 9 പ്രൈമുമായിട്ട് നല്ല സാദൃശ്യമുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. നമുക്ക് ആ പോക്കോ എന്നുള്ള ബ്രാൻഡിങ്ങിന് പകരം അവിടെ റെഡ്മി എന്ന് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 9 പ്രൈമിൻ്റെ ലുക്കായി കഴിഞ്ഞു. ഫോണിൻ്റെ ഫ്രണ്ടിലായിട്ട് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ബാക്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പോക്കോ M2. നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പവർ ബട്ടണും വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും കാണാം. ടോപ്പിലായിട്ട് നമുക്കൊരു മൈക്കും പിന്നെ ഒരു IR ബ്ലാസ്റ്ററും തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിം ആൻഡ് മൈക്രോ SD സ്ലോട്ട് കാണാം. ഓക്കെ, അടിയിലായിട്ട് നമുക്ക് നമ്മുടെ സ്പീക്കർ കാണാം. സ്പീക്കറിന് അടുത്തതായിട്ട് നമുക്ക് USB Type-C ചാർജിങ് പോർട്ട്, വീണ്ടും മൈക്ക്, പിന്നെ ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പവർ ബട്ടൺ അമർത്തി ഓണാക്കി നോക്കാം. സോ ആദ്യം തന്നെ നമുക്ക് പോക്കോ എന്നുള്ള ബ്രാൻഡിങ് കാണാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്ന സ്ക്രീന് MIUI 11 ആണ് ഇതിൽ വരുന്ന OS. അപ്പോൾ ഞാൻ സെറ്റപ്പിന് ഇടയ്ക്ക് തന്നെ അവർ കുറച്ച് ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്ത ആപ്പൊക്കെ ജസ്റ്റ് അൺടിക്ക് ചെയ്ത് കളയാം. ഞാനിപ്പോൾ എല്ലാം അൺടിക്ക് ചെയ്യാണ്. അപ്പോൾ സെറ്റപ്പ് കംപ്ലീറ്റ് ആയി. എല്ലാ ആപ്പും ലോഡായിട്ടുണ്ട്. പോക്കോ M2 ഒരു ഹൈബ്രിഡ് സ്ലോട്ടല്ല വരുന്നത്. 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും അറ്റ് എ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. റൈറ്റ് സൈഡിലായിട്ട് നൽകിയിരിക്കുന്ന പവർ ബട്ടണും വോളിയം ബട്ടണും നല്ല ക്ലിക്കിയും ടാക്റ്റൈലുമാണ്. നല്ലൊരു ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിലെ ലോഞ്ചറാണ്. ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന പോക്കോ ലോഞ്ചറാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തും നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ആനിമേഷനും കാര്യങ്ങളുമാണ്. അപ്പോൾ എബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവൈസിൻ്റെ നെയിമും അതിൻ്റെ ഏത് വേർഷനാണ് ഇപ്പോൾ റൺ ചെയ്യുന്നതെന്നും കാണാൻ പറ്റുന്നതാണ്. സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ 64GB 48.62 GB നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ബ്ലോട്ട്വേഴ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്താൽ കുറച്ചുകൂടി സ്പേസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം ഒരുപാട് ആപ്സ് ഇതിനകത്ത് ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ
എല്ലാ ആപ്പും ഡിസേബിൾ ചെയ്യാനോ അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും മിക്ക ഗെയിംസും ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന കണക്ക് ഇതുള്ള ഗെയിംസൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ലോഞ്ചിൽ തന്നെ സൈഡ് സ്വൈപ്പ് ഉണ്ട്. അതപ്പം സൈഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആപ്പുകളെയും കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. അപ്പോൾ ഫോണിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് 4 ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. 13 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും പിന്നെ ഒരു LED ഫ്ലാഷും നൽകിയിട്ടുണ്ട്. അതിന് താഴെയായിട്ടാണ് നമുക്ക് ഈ ഫിംഗർ പ്രിൻറ്റ് നൽകിയിരിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഫിംഗർ പ്രിൻ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്യാം, എന്നിട്ട് യൂസ് ചെയ്ത് നോക്കാം. പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷനകത്ത് ഫിംഗർ പ്രിൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പാറ്റേൺ പിൻ അല്ലെങ്കിൽ പാസ്വേഡ് യൂസ് ചെയ്ത് തന്നെ നമുക്കിത് സെക്യൂർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. ഞാൻ ഫിംഗർ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഫിംഗർ പ്രിൻറ്റിൽ കൈവച്ച് നമുക്ക് അൺലോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാമറ ആപ്പ് ഡിഫോൾട്ടായിട്ടുള്ള ഒരു ക്യാമറ ആപ്പാണ്. അപ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഫോട്ടോ 1x മോഡിലാണ് വരുന്നത്. നമുക്ക് ഒരുപാട് തരത്തിലുള്ള മോഡ് ഇതിൽ അവൈലബിൾ ആണ്. പോർട്രേറ്റ് മോഡ്, പ്രോ മോഡ്, വീഡിയോ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മോഡ് അവൈലബിൾ ആണ്. അപ്പോൾ നോർമലായിട്ട് 1x മോഡിലാണ് വരുന്നത്. നമുക്കൊരു ടെലിഫോട്ടോ പോലെ ഒരു 2x മോഡ് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അവൈലബിൾ ആണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് 0.6 അൾട്രാ വൈഡ് ക്യാമറയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷ്വലിൽ കാണാൻ പറ്റും അൾട്രാ വൈഡിന് കുറച്ച് കൂടുതൽ ലൈറ്റ് വേണം, എന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫോൾട്ടായിട്ടുള്ള വീഡിയോ റെസൊല്യൂഷൻ 1080p 30fps ആണ്. ക്യാമറ സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എൻകോഡിംഗ് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നോർമൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. എന്നാൽ ക്യാമറ സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ പിക്ചറിൻ്റെ ക്വാളിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ലോ മോഷൻ, ഷോർട്ട് വീഡിയോ, പോർട്രേറ്റ്, പ്രോ മോഡ്, ഇങ്ങനെ പല മോഡുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഡിഫോൾട്ട് ക്യാമറയിൽ AI എന്നുള്ളൊരു ഫീച്ചറുണ്ട്. അത് ഒബ്ജക്റ്റ് ഡിറ്റക്ഷന് വേണ്ടിയാണ്. പിന്നെ നമുക്ക് HDR ഓട്ടോമാറ്റിക് ഓണോ ഓഫ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ പ്രോ കളർ മോഡുണ്ട്. ജസ്റ്റ് കളറൊക്കെ കുറച്ച് എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നതാണ് ഈ പ്രോ കളർ മോഡ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ AR HDR പ്രോ കളർ ഓൺ ആക്കിയതിന് ശേഷം എടുക്കുന്ന ഫോട്ടോ ഒരു ചെറിയൊരു 2 seconds ലാഗ് ഉണ്ട് ആ ഫോട്ടോ ക്ലിക്ക് ആവാൻ വേണ്ടി. അപ്പോൾ ആ ഒരു മോഡിൽ എടുക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് കാണാം നോർമൽ എടുത്ത ഫോട്ടോയിൽ നിന്ന് കുറച്ചുകൂടെ കളർഫുൾ ആണ്, കുറച്ചുകൂടെ സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരുപാട് ആപ്സ് ബ്ലോട്ട്വെയർ ആയിട്ട് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് പല ആപ്പുകളും ഒരുപാട് സ്റ്റോറേജ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ആപ്പ് 116 MB ആണ് എടുക്കുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഈസി ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചില മീയുടെ സ്വന്തമായിട്ടുള്ള ആപ്സുകൾ മാത്രം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് എന്നാൽ സെറ്റിങ്സ് കയറി ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ കുറച്ച് റിവ്യൂകൾ കണ്ടായിരുന്നു ഫോണിൻ്റെ സ്ക്രീനിൽ കുറച്ച് ബ്ലൂ ടിൻറ്റ് ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഫോണിൽ സെറ്റിങ്സിൽ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷനകത്ത് കളർ സ്കീം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷനിൽ കയറി നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാവുന്നതാണ്. എനിക്ക് കിട്ടിയ ഈ ഡിവൈസിന് ഇതുവരെയായിട്ട് ആ പ്രശ്നമൊന്നും വന്നിട്ടില്ല. മാത്രമല്ല ഇതിൽ ഡാർക്ക് മോഡും അവൈലബിൾ ആണ്. സെറ്റിങ്സിനകത്ത് തന്നെ നമുക്ക് നോച്ച് ഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് 3 മോഡാണ് ഇത് വരുന്നത്. ഒന്ന് ഡോൺ ഹൈഡ്, ഡിഫോൾട്ടായിട്ടുള്ള മോഡ്. നമുക്ക് രണ്ടാമത്തെ മോഡ് എന്ന് വെച്ചാൽ ഹൈഡ് വിത്തൗട്ട് മൂവിങ് സ്റ്റാറ്റസ് ബാർ ആണ്. അപ്പോൾ ഡാർക്ക് മോഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഈസി ആയിട്ട് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ലൈറ്റ് മോഡിലിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു നോച്ചിന് 2 സൈഡിലായിട്ട് ബ്ലാക്ക് ബാർ വന്നു. എന്നിട്ട് നമ്മൾ സ്റ്റാറ്റസ് ബാർ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. മൂന്നാമത്തെ മോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിലെ ആ ഒരു നോച്ചിൻ്റെ 2 സൈഡും കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കിയിട്ട് സ്റ്റാറ്റസ് ബാർ കുറച്ച് താഴെയാക്കാം. അപ്പോൾ ഈ ഒരു മോഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ കുറച്ചുകൂടെ ചെറുതായതായിട്ട് തോന്നും.
ഫുൾ എച്ച് ഡി ഡിസ്പ്ലേയും 4 ക്യാമറ സെറ്റപ്പും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് നൽകുന്ന പ്രോസസ്സറും ചേർന്ന് വരുന്ന 11,000 രൂപയ്ക്കകത്തുള്ള ഒരു ബെസ്റ്റ് ഡിവൈസാണ് പോക്കോ M2.